സാധാരണ ശനിയാഴ്ചകളിൽ അങ്ങനെ വെളുപ്പിനെ പോയി മീൻ വാങ്ങിക്കുന്ന പതിവൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇന്ന് പതിവ് തെറ്റിച്ച് നമ്മൾ ഒരു 6:30 ആയപ്പോൾ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ട്. നാളായിട്ട് ഇറമോൾ പറയുന്നുണ്ടായിരുന്നു ഞണ്ട് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ആ ഒരു ആഗ്രഹം ഇന്ന് അങ്ങോട്ട് സാധിച്ചത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ ലേലവിളിയും മീനെടുക്കലും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പരിചയമുള്ള ഒരു മലയാളി സ്റ്റോറിൽ നിന്ന് തന്നെയാണ് പോയി മീനും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് മത്തിയും കുറച്ച് ഞണ്ടുമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മത്തി നമുക്ക് മപ്പാസ് വയ്ക്കാമെന്നും ഞണ്ട് ഞാൻ റോസ്റ്റ് ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു. ഞണ്ടെല്ലാം വൃത്തി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആകെയുള്ളൊരു പണി അവിടുത്തെ സ്മെല്ല് മാറ്റുക എന്നുള്ളതാണ്. അതും എല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴുകി മാറ്റിയില്ലെങ്കിൽ സ്മെല്ല് വീടെല്ലാം പകരുവേ. പോരുന്ന വഴിക്കായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ചീര നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തൈച്ചീര വെറും 2 റിയലിന് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ്. നാളെ ഈ ചീരത്തോരം കൂട്ടിയിട്ട് സാധാരണ ഇവിടുന്ന് അങ്ങനെ ചീരയൊന്നും വാങ്ങിച്ച് ഞാൻ തോരൻ വെക്കാറില്ല കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളും പയറോ ക്യാബേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോരൻ വെക്കാറുള്ളൂ. അതൊക്കെ ഒന്ന് കഴുകാൻ കുറച്ചധികം സമയം വേണ്ടി വന്നു. അതുപോലെ തൈച്ചീര ആയതുകൊണ്ട് തന്നെ നല്ലപോലെ മണ്ണുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി അതിനകത്ത് എല്ലാ അഴുക്കും എല്ലാം മാറ്റി ഒന്ന് കഴുകി വെള്ളം വാലാനായിട്ട് മാറ്റി വെച്ചിട്ട് ഞാനാണെങ്കിൽ സവാളയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യാനെടുത്ത് പിന്നെ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും ഒക്കെ പൊളിക്കണമായിരുന്നു. അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു. മപ്പാസ് ചെയ്യാനുള്ള മീനൊക്കെ ദേ വെട്ടി വൃത്തിയാക്കി വരങ്ങി അത് പൊരിക്കാനെല്ലാം ഇട്ടിട്ടുണ്ട്. ആദ്യം ഒന്ന് പൊരിച്ചിട്ടാണല്ലോ മപ്പാസ് വയ്ക്കുന്നത്. ഈ മപ്പാസ് എന്നുള്ള പരിപാടി അല്ലെങ്കിൽ ഈ മത്തി പപ്പാസ് വയ്ക്കുക എന്നുള്ള പരിപാടി പപ്പാസാണോ മപ്പാസാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ആ പരിപാടി ഞാൻ ആലപ്പുഴയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ കേൾക്കുന്നത്. നമ്മുടെ നാട്ടിലാകെ മത്തി മുളകിട്ട് കറി വയ്ക്കുക, മത്തി തേങ്ങ പരിഹരിച്ച് കറി വയ്ക്കുക, മത്തി പൊരിക്കുക, മത്തി പൊള്ളിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ പരിപാടിയൊന്നും ഞാൻ മത്തി കൊണ്ട് കണ്ടിട്ടില്ല. ഈ ഒരു മപ്പാസ് അല്ലെങ്കിൽ പപ്പാസ് ഞാൻ ആലപ്പുഴയിൽ വന്നിട്ടാണ് കണ്ടത്. ഏകദേശം നമ്മുടെ ഈ ഒരു ഞണ്ടിൻ്റെ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തോരൻ അരിയുക എന്നുള്ളത് കുറച്ച് റിസ്ക്കി ആയിരുന്നു. എനിക്ക് സാധാരണ കയ്യൊറി ഇട്ട് അരിയുന്നതാണ് എളുപ്പം. പ്രത്യേകിച്ച് ഈ ഇലക്കറികളൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ കയ്യൊറിയിൽ കയ്യിൽ ചേർത്ത് പിടിച്ച് എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് അരിയുന്നതാണ് ഒന്നാമത്തെ എളുപ്പം എന്നുള്ള കാര്യം. ഇതിങ്ങനെ അരിയാന്ന് വെച്ചാൽ കുറച്ച് പാടായിരുന്നു. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അതെല്ലാം അങ്ങോട്ട് അരിഞ്ഞെടുത്ത് ഞാനത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ മപ്പാസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ മീൻ പൊരിച്ചത് ഇങ്ങനെ അതിലേക്കിട്ട് ആ മസാല ജസ്റ്റ് ആ മപ്പാസിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ചൊന്ന് തീ ചെറുതാക്കി കൊടുത്തിട്ട് വേവാൻ വെച്ചേ. രാവിലെ ഫ്രഷായിട്ട് മീൻ കൊണ്ടുവന്നപ്പോൾ തന്നെ മീനും കൊണ്ട് ഞാൻ അടുക്കളയിലൊക്കെ കയറി കേട്ടോ. പിന്നെ ആ ഒരു പരിപാടിക്ക് കയറുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. എല്ലാവരും നല്ല ഉറക്കമായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് പണികളെല്ലാം പെട്ടെന്ന് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോരന് പെട്ടെന്ന് തന്നെ അടുപ്പത്തേക്കാക്കി. തോരൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഈ തോരന് അല്ലെങ്കിൽ നമ്മൾ മെഴുക്കിടുന്നതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വെള്ളം ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും. അതുകൊണ്ട് മോര് കാച്ചിയതും എല്ലാം സെറ്റാക്കി എടുത്ത് ചോറും റെഡിയാക്കി. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.